പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചിന്തയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെ തിരിച്ചറിയാൻ. അതിന് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടവും സ്നേഹമൊക്കെ വേണം, അല്ലേ? കാരണന്മാർ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ടാവും, വീട്ടിലൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടുള്ള വാക്കാണ്, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയത്തുള്ളൂ എന്ന് സാധാരണ ഒരു ഭാഷയുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും ഇൻറ്റിമസി ഉള്ള വ്യക്തിക്ക് ആ വ്യക്തിയുടെ കാര്യങ്ങൾ അറിയാം, ഡീറ്റെയിൽ ആയിട്ട് അറിയാം എന്നുള്ളതുമാണ് അതിൻ്റെ സാരാംശം. ഇന്ന് ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കേണ്ട വഴിയെക്കുറിച്ചാണ് പറയുക. അതിനാദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവ് ആരാണ്. പരിശുദ്ധാത്മാവ് ആരാണെന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങളുടെ മനസ്സിൽ പല ഉത്തരങ്ങൾ ഇപ്പോൾ തെളിയുന്നുണ്ടായിരിക്കും. ഞാൻ യൂത്തിൻ്റെ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ യൂത്തിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവ് ആരാണ്? അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു പരിശുദ്ധാത്മാവ് തീയാണ്, കുറച്ച് പേര് പറഞ്ഞു പരിശുദ്ധാത്മാവ് പ്രാവാണ്, കുറച്ച് പേര് പറഞ്ഞു പരിശുദ്ധാത്മാവ് എണ്ണയാണ്, മിന്നൽ പിണരാണ്, ഇങ്ങനെ അഭിഷേകം മഴയാണ്, ഇങ്ങനെ കുറേ വാക്കുകൾ പറഞ്ഞു. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്, കുറേ ഉത്തരങ്ങളുണ്ടായി. അപ്പം ഞാൻ അവരോട് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം ഇതാണ്. ആദ്യം പരിശുദ്ധാത്മാവ് ആരാണെന്നുള്ള ചോദ്യത്തിന് ദൈവം പ്രസാദിക്കുന്ന ഉത്തരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് പറയുന്ന ഉത്തരമാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പറയുന്ന ഉത്തരം കേൾക്കാനാണ് ദൈവം പ്രസാദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള തെറ്റാന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെക്കുറിച്ച് കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളാണ് യുവജനങ്ങളും കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തീ എവിടെയെങ്കിലും കണ്ട ഇത് തീ പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞ് തീ എടുത്ത് കൈ പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൈ പൊള്ളും, അല്ലേ? സ്വാഭാവികമായിട്ട് നമുക്കറിയാം. എവിടെയെങ്കിലും പറന്ന് നടക്കുന്ന പ്രാവിനെ പിടിച്ച് ചാക്കിലാക്കിയിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ കയ്യിലിടുന്ന് പറഞ്ഞാൽ അത് ഭോഷത്വമാകും. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കാണുന്ന തീയോ പ്രാവോ ഇതൊന്നും പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവിന് അത്തരം പ്രതീകങ്ങളിൽ ഇടപെടാൻ പറ്റും, ഇടപെട്ടിട്ടുണ്ട് സഭയുടെ ചരിത്രത്തിൽ, ബൈബിളിൻ്റെ ചരിത്രത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണെന്നുള്ള ചോദ്യത്തിന് നമുക്ക് ആദ്യം തെളിഞ്ഞു വരേണ്ട ഉത്തരം പരിശുദ്ധാത്മാവ് ദൈവമാണ്. കത്തോലിക്ക മതബോധന ഗ്രന്ഥം CCCയിലൊക്കെ പഠിപ്പിക്കുന്ന അടുത്തൊരു ഉത്തരവുണ്ട്. ആ ഉത്തരം ഇതാണ്: പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ആരാണ്? ഒരു വ്യക്തിയാണ്. എന്താണ് വ്യക്തി എന്ന് പറഞ്ഞാൽ? വ്യക്തിക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? വ്യക്തി എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് എന്തൊക്കെ പ്രത്യേകതകളുള്ളൂ? വ്യക്തിക്ക് ഇമോഷൻസ് ഉണ്ട്, വ്യക്തിക്ക് ഇഷ്ടങ്ങളുണ്ട്, വ്യക്തിക്ക് ആഗ്രഹങ്ങളുണ്ട്, അല്ലേ? വ്യക്തി താല്പര്യങ്ങളുണ്ട്, വ്യക്തിക്ക് എന്താ പറയുക, ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. വ്യക്തി എന്ന് പറയുന്നത് ഇതാണ്. അതല്ല ഒരു വ്യക്തിത്വത്തെ നമ്മൾ കാണുമ്പോൾ, അല്ലേ, ഇന്ന അവൻ്റെ സ്വഭാവം എങ്ങനെയാന്ന് പറയും, അവളുടെ സ്വഭാവം എങ്ങനെയാന്ന് പറയും എന്ന് പറഞ്ഞാൽ ആ വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് ഇഷ്ടങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിന് ആഗ്രഹങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ സാധാരണ നാട്ടുകാരോടൊക്കെ ചോദിക്കും, കൂട്ടുകാരോട് ചോദിക്കും, സുഖമാണോ, സന്തോഷമാണോ, എങ്ങനെയുണ്ട്? ചിലപ്പോൾ നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും മൺഡേ കാണുമ്പോൾ ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു, സുഖാണോടി, അല്ലെങ്കിൽ സുഖാണോടൊക്കെ ചോദിക്കും. നാട്ടുകാരോടും നമ്മൾ വേണ്ടപ്പെട്ടവരോടൊക്കെ വിശേഷം ചോദിക്കാറുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞോ, ചോദിച്ചോ, പരിശുദ്ധാത്മാവേ ആർ യു ഹാപ്പി? നീ എൻ്റെ ഉള്ളിൽ ഹാപ്പിയാണോ പരിശുദ്ധാത്മാവേ? ഞാൻ പരിശുദ്ധാത്മാവെ നിന്നെ ഇഷ്ടപ്പെടുന്നു. പലപ്പോഴും നമ്മൾ പറയാൻ മറക്കുന്ന വാക്കുകളാണിത്. കൂടെയുള്ളവരോടും കൂടെയുള്ള സുഹൃത്തുക്കളും ഒക്കെ കൂടെ കൂടെ ചോദിക്കും, സുഖമാണോ ചോദിക്കും, സന്തോഷമാണോ എന്ന് ചോദിക്കും, എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, വിശേഷം ചോദിക്കും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ കേൾക്കാനുള്ള ആഗ്രഹം ആർക്കുണ്ട്? പരിശുദ്ധാത്മാവിനുണ്ട്, അല്ലേ? വ്യക്തിയായതുകൊണ്ട് നമ്മളെ മൈൻഡ് ചെയ്യണം, നമ്മളെ മാനിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? വീട്ടിൽ പരിഗണന കിട്ടിയില്ലെങ്കിൽ പിള്ളേർ അപ്പം പറയും, അല്ലേ, അപ്പനമ്മയ്ക്ക് എന്നെ കുറിച്ച് യാതൊരു വിചാരമില്ല. ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവിന് അധികം ചിന്ത വന്നില്ലെങ്കിൽ അപ്പം ഭാര്യ പരാതി പറയാൻ തുടങ്ങും, നിങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ കാര്യത്തെക്കുറിച്ച് വലിയ ചിന്തയൊന്നുമില്ല. നേരെ തിരിച്ചും. അങ്ങനെ എവിടെയും പരിഗണന എപ്പോഴും ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നമ്മൾ, വ്യക്തിത്വമാണ് നമ്മുടേത്. ഇത് വ്യക്തിയുടെ പ്രത്യേകതയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുള്ള പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? ഇതേപോലെ നമ്മൾ മാനിക്കണമെന്നും ഇതേപോലെ നമ്മൾ പരിഗണിക്കപ്പെടണമെന്നും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ഞാനും നിങ്ങളും ഇത് മറന്നു പോകുന്നുണ്ട്. അപ്പം ഇന്ന് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഈ ദൈവജന ചിന്ത ഉപയോഗിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെങ്കിൽ വ്യക്തിയുടേതായ ഇമോഷൻസ്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്.
ഞാനൊരു ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനയിലിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലിരിക്കുന്ന ഒരു ആൻറ്റി കൗൺസിലിങ്ങിനൊക്കെ സഹായിക്കുന്നു. ഞാൻ സ്ഥലവും പേരൊന്നും പറയുന്നില്ല. ഈ ഒരു ആൻറ്റിക്ക് ഒരു ദിവസം മധ്യസ്ഥ പ്രാർത്ഥന ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആളുടെ മൂത്ത മകള് സേലത്ത് പഠിച്ചുകൊണ്ടിരിക്കുക, നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണുന്നത് ഈ കൊച്ചിൻ്റെ പുറകിൽ ഒരു ഇരുണ്ട മേഘം നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യാണ് പ്രാർത്ഥനയുടെ സമയത്ത്. അപ്പോൾ ഈ ആൻറ്റിക്ക് തോന്നി എന്തോ പ്രശ്നം എൻ്റെ കൊച്ചിന് വരാൻ പോകുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പം തന്നെ മൊബൈലിലേക്ക് ഫോൺ ചെയ്തു. അപ്പോൾ കാരണം ആ ടൈം കോളേജ് ടൈം ആയതുകൊണ്ട് ഫോൺ ഓഫായിരുന്നു. ഈ വൈകുന്നേരം സമയത്ത് ക്ലാസ് കഴിയുന്ന സമയത്ത് സൈലൻറ്റ് മോഡിൽ നിന്ന് മാറുള്ളൂ. അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ തന്നെ ആൻറ്റി എല്ലാവരോടും പറഞ്ഞു, ഞങ്ങളോടൊക്കെ പറഞ്ഞു, എൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒരു ഇരുണ്ട മേഘം മൂടുപടം കാണുന്ന പോലെ ഫീൽ ചെയ്യുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരോടും അച്ഛന്മാരോടൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കോളേജ് ടൈം കഴിഞ്ഞ് ഉള്ള സമയത്ത് ഹോസ്റ്റലിലേക്ക് വിളിക്കാം. നേരെ ഹോസ്റ്റലിലേക്ക് ഈ ആൻറ്റി വിളിച്ചു. ടൈം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിളിച്ച ശേഷം വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 10 മിനിറ്റ് കഴിയുമ്പോൾ കോൾ കണക്റ്റായി. മോളേന്ന് വിളിക്കുകയല്ല, വിളിച്ച വശം ഫോണിൻ്റെ മറുഭാഗത്തുനിന്ന് ഒരു പൊട്ടിക്കരച്ചിലാണ്. എന്തുണ്ട് മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു കരച്ചിൽ കേട്ടു. അപ്പോൾ ആൻറ്റിക്ക് മനസ്സിലായി ഞാൻ ഇന്ന് കണ്ട കാര്യം എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അവിടെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറേ കരച്ചിലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഈ ആൻറ്റി ചോദിച്ചു, എന്നായിരുന്നു കൊച്ചേ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു പറഞ്ഞു, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു പറഞ്ഞു, ഞാൻ ഇന്ന് കോളേജ് വിട്ട് വരുന്ന സമയത്ത് വഴിയിൽ വെച്ച്, അപ്പോൾ കുറച്ച് വഴി അങ്ങോട്ട് പോയിട്ടാണ് ഇവർ ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിയിൽ ഒരു 3 ബൈക്കിന് വന്ന് കുറച്ച് ചെറുപ്പക്കാർ എൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടം കറക്കി ബൈക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കായിരുന്നു. ഇങ്ങനെ റൺ ചെയ്യുക, സിനിമ സ്റ്റൈലൊക്കെ കാണുന്ന പോലെ ആണ്. അപ്പം എൻ്റെ ഇവളുടെ ഫയൽ പിടിച്ച് വലിക്കുക, ഷോള് വലിക്കുക, ഹാൻഡ് ബാഗ് പിടിച്ച് വലിക്കുക, ഇങ്ങനെ ഇവളെ ശല്യപ്പെടുത്തി റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവള് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഫയലും പിടിച്ച് ഇങ്ങനെ ഉറക്കിങ്ങനെ യേശുവേന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് അതിലൊരാൾക്ക് ഇവള് കാണുന്ന കാഴ്ച ഇതാണ്. ഒരാൾക്ക് ഫോൺ കോൾ വന്നു. ഫോൺ കോൾ വന്നപ്പോൾ പെട്ടെന്ന് ആ ഫോൺ കോൾ ബാക്കിലിരുന്ന ആൾ അറ്റൻഡ് ചെയ്തു. പെട്ടെന്ന് അവർ അവിടെ നിന്ന് 3 ബൈക്കും പെട്ടെന്ന് അവിടെ നിന്ന് പോയി. ഇവള് ഓടി ഹോസ്റ്റലിൽ കയറി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഫ്രഷപ്പ് ചെയ്യുന്ന സമയത്താണ് മമ്മിയുടെ കോൾ വരുന്നത്. ഇതാണ് സംഭവം. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ അത്യാഹിതത്തെ പറയിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു രക്തബന്ധത്തിലുള്ള ഒരു കുഞ്ഞിന് ഒരു അപകടം ഉണ്ടായെന്നുള്ള അറിവ് പ്രാർത്ഥനയിൽ കിലോമീറ്ററുകൾക്ക് ഇപ്പുറം ഇരിക്കുന്ന ഒരു അമ്മയ്ക്ക് വെളിപാടുണ്ടായി. നമ്മുടെ ഉള്ളിൽ കിടക്കണ പരിശുദ്ധാത്മാവ് ഏതവസ്ഥയിലാണെന്ന് നമുക്ക് വല്ല പിടിയുണ്ടോ? രക്തബന്ധത്തിലുള്ള കൊച്ചിന് അപകടം വന്നപ്പോൾ ഒരു അമ്മയ്ക്ക് വെളിപാടുണ്ടായിന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിലൊക്കെ പരിശുദ്ധാത്മാവില്ലേ പ്രിയപ്പെട്ടവരെ? കൂദാശയിലൂടെ, മാമുദിസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാ.